ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശേഖർ ഉദയന്നൂരമ്മയുടെ ഫോട്ടോ പാർവതിക്ക് സമ്മാനമായി കൊടുക്കുന്നു. അത് കിട്ടിയ പാർവതി വളരെ സന്തോഷത്തിലാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണു കാണാൻ വയ്യാത്ത ആൾ ഇതെങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ഗാർഗിയും ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നുണ്ട്, ജന്മന ഞാനൊരു അന്ധനല്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഒരുപാട് മറുപടി പറയാൻ കാണും. അതൊക്കെ പിന്നീടാവാം. മോള് ചായ കൊണ്ടുവന്നപ്പോൾ ചോദിക്കാൻ മറന്നു, വിശാൽ സാറ് ആരോടോ ദേഷ്യപ്പെടുന്നത് കേട്ടല്ലോ, എന്തായിരുന്നു കാര്യം? അതൊന്നുമില്ലായിരുന്നു മുത്തശ്ശ. പാർവതി അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഗാർഗി പറയുന്നു, അതൊരു ഓഫീസ് ഫയൽ കിട്ടാതിരുന്നപ്പോൾ ദേഷ്യപ്പെട്ടതാണ്. എന്നാ ശരി മോളെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് ശേഖർ. ഈ മനുഷ്യനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടല്ലോ പാർവതി. ശരിക്കും ഇയാൾ ആരാണ് എന്ന് ശേഖറിനെ കുറിച്ച് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, ചന്ദ്രശേഖർ. എനിക്ക് മാത്രമേ അറിയൂ. അത് കേട്ട് ഗാർഗി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയപ്പോൾ ഉദയന്നൂരമ്മയുടെ ചിത്രത്തിലേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി. പിന്നെ അത് എവിടെയെങ്കിലും വെക്കണം എന്നോർത്ത് നിൽക്കുന്നു. തുടർന്ന് ഗാർഗി മുറിയിൽ നിന്ന് തൻ്റെ സെൽഫി എടുക്കുമായിരുന്നു. അപ്പോഴാണ് വിനയൻ അവിടേക്ക് വന്നത്. വിനയനെ കണ്ടിട്ട് ഗാർഗി മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്നു. വിനയൻ ചോദിക്കുന്നുണ്ട്, എന്താടി എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും ഇല്ലാതെ നിൽക്കുന്നത്? എന്നെ കാണാത്തതിൻ്റെ പരിഭവമാണോ? അത് കേട്ട് ഗാർഗി ഒന്നും മിണ്ടാതെ മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിനയൻ ഗാർഗിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും ചോദിക്കുന്നു, സാധാരണ ഒഫീഷ്യൽ ടൂർ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ ഭാര്യ പുണർന്ന് വിശേഷം പറയുന്ന നല്ല ഭാര്യമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഭാര്യ പുണർന്നില്ല എങ്കിലും വിശേഷങ്ങളെങ്കിലും പറയാം. അത് കേട്ട് ഗാർഗി പറയുന്നു, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അത് കള്ളം. ഞാൻ പോയതിനു ശേഷം ഒരുപാട് വിശേഷം ഈ വീട്ടിൽ സംഭവിച്ചു. എണ്ണം തെറ്റാതെ ഓരോന്നോരോന്നായി പറയാം. ഗാർഗി പറയുന്നു, എല്ലാം അറിഞ്ഞിട്ടല്ലേ സംഭവിച്ചു എന്ന് തറപ്പിച്ച് പറയുന്നത്, പിന്നെന്തിനാ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ശരി, സമ്മതിച്ചു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നിന്റെ വിശേഷം ഒഴികെ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിനയൻ ഒരു പുച്ഛത്തോടെ നിൽക്കുന്നു. നിനക്ക് ഇത്രയും കാലമായിട്ട് വിശേഷമുണ്ടാവാത്തതിന് കാരണം അന്വേഷിക്കുകയും അതിനുള്ള കാരണക്കാരൻ ഞാനാണെന്ന് വരുത്തി തീർക്കുകയും പരിഹാരമായി ഒരു മെഡിക്കൽ ചെക്കപ്പ് വേണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു, ശരിയല്ലേ? അങ്ങനെ ഒരു തീരുമാനമുണ്ടായതായിട്ട് എനിക്കറിയില്ല എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിനയൻ വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ ചർച്ച നടന്നു. അച്ചമ്മ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഞാൻ അതിന് മറുപടിയും പറഞ്ഞു എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ, എന്ത് മറുപടി? ഞാൻ ആണത്വമില്ലാത്തവനാണെന്നോ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? നീ ആരാണെന്നാ നിന്റെ വിചാരം? രംഭയോ തിലോത്തമയോ? എടി, ഒരു മരകഷ്ണത്തോട് തോന്നുന്ന വികാരം പോലും എനിക്ക് നിന്നോട് തോന്നുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നിന്റെ നിഷേധത്വരം, തന്നിഷ്ടം, അനുസരണയില്ലായ്മ എന്ന് വിനയം പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഗാർഗിയും പറയുന്നുണ്ട്, താലി കെട്ടിയ പെണ്ണിനെ വെറും മരകഷ്ണമായി തോന്നുന്ന ഒരാണ് ആണല്ല. അവരെ വിളിക്കുന്നത് ആണെന്നല്ല, ആണും പെണ്ണും കെട്ടവൻ എന്നാണ്. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ വിനയൻ ഗാർഗി അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട്. തൊട്ടു പോകരുത് എന്നെ എന്ന് പറഞ്ഞ് ഗാർഗിയും വിരൽ ചൂണ്ടിക്കൊണ്ട് വിനയന് നേരെ നിൽക്കുന്നു. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി എൻ്റെ നേരെയുള്ള ഭരണം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിനയ് പറയുന്നുണ്ട്, എന്ത് തീരുമാനിക്കാൻ? ഒരു ഡിവോഴ്സാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നടക്കില്ല. എൻ്റെ സമ്മതത്തോടെ അത് നടക്കില്ല. നീ നരകിക്കണം. ആ അടുക്കളക്കാരിയോടുള്ള സമീപനം മാറ്റി എന്നോടും അമ്മയോടൊപ്പം നീ നിന്നാൽ നിന്നോടുള്ള എൻ്റെ സമീപനത്തിന് മാറ്റം വരും. ഗാർഗി പറയുന്നു, പാർവതി ഇന്നലെ വന്നവളല്ലേ, അതിനു മുൻപും നിങ്ങളുടെ സമീപനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ അടിമയാക്കി നിർത്താമെന്ന് വല്ല ധാരണയും ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദിക്കാനും പറയാനും ഒക്കെ എനിക്കും ആളുകളുണ്ട്. അവരെ എൻ്റെ അവസ്ഥ അറിയിച്ചാൽ നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാകും. ആരെയും ദ്രോഹിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ നിർബന്ധിതയാകാതെ നോക്കേണ്ടത് നിങ്ങളാണ്. മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുന്നു. ഒന്നും പറയാതെ വിനയും അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത്, മുത്തശ്ശൻ തന്ന ഈ ഉദയന്നൂരമ്മയുടെ ചിത്രം ചുവരിൽ തൂക്കണം. ഇതിപ്പോ എവിടെയാണ് തൂക്കുന്നത്? അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പാർവതി. നല്ലൊരു സ്ഥലവും കണ്ടെത്തുന്നു. ഇവിടെയാകുമ്പോൾ മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ അമ്മയെ കാണാലോ. അങ്ങനെയും വിചാരിച്ചു. ചിത്രം അവിടെ വെച്ചിട്ട് പാർവതി ഒരു ആണി എടുക്കാനായി താഴേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം മുറിയിൽ നിന്നും പുറത്തു വരികയായിരുന്നു വിശാൽ. പാർവതിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോൾ പാർവതിയെ കാണുന്നില്ല. ആ സമയം ഒരു ചുറ്റികയും ഒരു ആണിയുമായിട്ട് പാർവതി മുറിയിലേക്ക് വരുന്നുണ്ട്. വിശാലിനെ കാണുന്നു. വിശാലിനെ കണ്ടതും പാർവതി ഒന്നും മിണ്ടാതെ വിശാലിനെ നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തലകുനിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പേടിയും വിഷമമൊക്കെ ഉണ്ട് വിശാലിന്റെ മുന്നിൽ നിൽക്കാൻ. വിശാലും ആദ്യം ഒന്നും മിണ്ടിയില്ല. പാർവതിയോട് നേരത്തെ ദേഷ്യപ്പെട്ടതിന്റെ വിഷമത്തിലാണ് വിശാൽ. വിശാലിനോട് ഒന്നും മിണ്ടാതെ പാർവതി ആ ആണി ഭിത്തിയിൽ അടിക്കുന്നുണ്ട്.
എന്നാൽ അത് അടിക്കാനായി കഴിയുന്നില്ല. ആ ആണി തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. പാർവതി, നീ എന്തായി കാണിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, അത് ഉദയനൂരമ്മയുടെ ഈ ചിത്രം ചുവരിൽ തൂക്കാനായി ആണി അടിക്കാൻ തുടങ്ങുകയായിരുന്നു. എത്ര അടിച്ചിട്ടും ഇത് ചുവരിലേക്ക് കയറുന്നില്ല വിശാൽ സാറേ, എന്റെ കൈയാകെ വേദനിക്കുന്നു. നിന്റെ ഈ കൈ കൊണ്ടടിച്ചാൽ ആണി കയറില്ല പാർവതി, ഈ ഭിത്തി നല്ല സ്ട്രോങ് ആണ്. നിന്റെ കൈ ചുവന്നല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി പറയുന്നുണ്ട്, ഇനിയിപ്പോ അമ്മയുടെ ചിത്രം എങ്ങനെ ചുവരിൽ തൂക്കും? ഭിത്തിയിൽ ആണി കയറണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ആണിതാ എങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കണം, എന്നിട്ട് ഹാമർ ഇങ്ങനെ പിടിച്ചിട്ട് ആണി കൈ കൊള്ളാതെ ശക്തമായി അടിക്കണം. അങ്ങനെ രണ്ടുപേരും കൂടി ആണി അടിക്കുകയാണ് ഭിത്തിയിൽ. വിശാലിനെ നോക്കി പാർവതി പുഞ്ചിരിയോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഗാർഗി അവിടേക്ക് വരുന്നത്. മുറിയുടെ വാതിൽക്കൽ നിന്ന് ആ കാഴ്ച കണ്ടിട്ട് നാണത്തോടെ ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നു, പാർവതിക്കും വിശാലിനും റൊമാൻസ് വരില്ല എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഈ വീട്ടിൽ. അവരെ ഇപ്പൊ വിളിച്ചോണ്ട് വന്ന് ഈ കാഴ്ചയൊന്ന് കാണിക്കണം. മെല്ലെ അവരറിയാതെ കഥ കടയ്ക്കുന്നു. ആ സമയം സുശീലയും ജാസ്മിനും കൂടി പുറത്തു നിൽക്കുമായിരുന്നു. എന്താണ് രണ്ടുപേരും കൂടി ഗഗനമായ ആലോചന? ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാൻ വല്ല പ്ലാനും ഉണ്ടോ? അതോ സാമ്പാർ എങ്ങനെ രസമാക്കാന്നും രസം എങ്ങനെ സാമ്പാറാക്കാന്നും ചിന്തിക്കുകയായിരുന്നോ? അത് കേട്ട് ജാസ്മിൻ പറയുന്നു, ആക്കല്ലേ, ഈ കിച്ചൺ സെക്ഷനൊക്കെ പാർവതിയുടെ ഏരിയ. ചൂടും പുകയൊക്കെ അവൾക്കേ സെറ്റാവൂ. ഞങ്ങൾക്ക് ആലോചിക്കാൻ വേറെ 100 കാര്യമുണ്ട്. ഗാർഗി പറയുന്നു, നിങ്ങളിങ്ങനെ ലോകത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോ? അവിടെ വിശാൽ ബ്രോയും പാർവതിയും ഒടുക്കത്തെ റൊമാൻസാണ്. അത് കേട്ട് ഞെട്ടലോടെ ജാസ്മിൻ നിൽക്കുന്നു. ഗാർഗി വീണ്ടും പറയുന്നു, കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. എവിടെ, സ്വപ്നത്തിലോ എന്ന് ജാസ്മിൻ. പാർവതിയുടെ റൂമിൽ. വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ ഒപ്പം വാ, ഞാൻ കാണിച്ചു തരാം. കണ്ട് നിർവൃതി അണയുകയോ നെഞ്ചത്തടിച്ച് കരയുകയോ എന്തു വേണമെങ്കിലും ആവാം, വാ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടി പാർവതിയുടെ മുറിയിലേക്ക് പോവുകയാണ് ഗാർഗി. മുറിയിലാണെങ്കിൽ വിശാലും പാർവതിയും ഒരുമിച്ച് ഭിത്തിയിൽ ആണിയടിക്കുന്നു. ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞില്ലേ, അതിന് എന്നോട് ദേഷ്യമുണ്ടോ എന്നാ ചോദിച്ചത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, വിശാൽ സാറിനോട് എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് എന്നോട് തന്നെയേ ദേഷ്യം. ഞാനല്ലേ ബുദ്ധിമോശം കാണിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തോണ്ട് പറ്റിപ്പോയതാണ് സാർ. ആ സമയം ഇവരുടെ മുറിക്ക് പുറത്ത് സുശീലയും ജാസ്മിനെയും കൂട്ടി ഗാർഗി എത്തി. പെട്ടെന്ന് തന്നെ കതക് തുറന്ന് നോക്കാൻ തുടങ്ങിയ ജാസ്മിനോട് ഗാർഗി പറയുന്നു, ഇങ്ങനെ നോക്കാൻ പാടില്ല, ഒളിഞ്ഞു വേണം നോക്കാൻ. അങ്ങനെ പതിയെ കതക് തുറന്ന് നോക്കുകയാണ് ജാസ്മിൻ. പാർവതിയെ ചേർത്ത് നിർത്തി വിശാൽ പറയുന്നു, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ആ ദേഷ്യം മാറ്റാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നാണത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് പാർവതി. പിന്നെയും തന്റെ നേരെ തിരിച്ചു നിർത്തിയിട്ട് പാർവതിയോട് വിശാൽ ചോദിക്കുന്നു, പറയൂ, എന്ത് വേണം? വിശാൽ സാറേ, ഇങ്ങനെ സംസാരിച്ചിരുന്ന ആണി ഭിത്തിയിൽ കയറില്ല. ആദ്യം ഈ പിണക്കം മാറണ്ടേ? നിന്നെ സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ മുറി തുറന്ന് വാതില് തുറന്ന് അകത്തേക്ക് കയറി പോവുകയാണ് ജാസ്മിൻ. പിറകെ സുശീലയും. പാർവതി എന്ന ദേഷ്യത്തോടെ ജാസ്മിൻ വിളിച്ചപ്പോൾ പാർവതിയുടെ കയ്യിലിരുന്ന ചുറ്റിയിൽ ജാസ്മിന്റെ കാലിലായി ചെന്ന് വീഴുന്നു. അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഗാർഗി. ഡി, എന്തിനാടി നീ ജാസ്മിന്റെ കാലിൽ ഹാമർ ഇട്ടത് എന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, മനഃപൂർവ്വം ഇട്ടതല്ല അപ്പച്ചി, കൈ അറിയാതെ താഴെ പോയതാ. ആര് പറഞ്ഞു നീ മനഃപൂർവ്വം തന്നെ ഇട്ടത്? നുണച്ചി, നുണ പറയുന്നോ? അത് കേട്ട് വിശാൽ പറയുന്നു, ഇങ്ങനെ വന്ന് കയറിയ ആരായാലും പേടിച്ചു പോവും. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഹാമർ വീണത്, അല്ലാതെ പാർവതിയുടെ കയ്യിൽ നിന്നല്ല. അവളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ശരിയാ, എന്തൊരു അലർച്ചയായിരുന്നു, രാക്ഷസികളെ പോലെ. അത് കേട്ട ആരും പേടിച്ചു പോവും. എന്തിന്, ഞാൻ പോലും ഞെട്ടിപ്പോയില്ലേ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ സുശീല വിശാലിനോട് ചോദിക്കുന്നു, നീ എന്തിനാ വിശാൽ ഇവളുടെ കൂടെ നിന്ന് ആണിയടിക്കുന്നത്? പാർവതിക്ക് ആണിയടിക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ സഹായിച്ചു. അതിലെന്താ ഒരു തെറ്റ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അതിന് എന്നെയോ ഗാർഗിയോ വിളിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നത്? അയ്യോ, എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ആന്റി, എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കായിരുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നോ? ഇത് മനഃപൂർവ്വം തന്നെ ആന്റി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോവുക എന്ന് പറഞ്ഞ് ആണി പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ തുടങ്ങുകയാണ് വിശാൽ. എന്നിട്ട് പാർവതിയുടെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചു നോക്കുകയാണ് വിശാൽ. നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റൂ എന്ന് ചോദിക്കുന്നു. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ജാസ്മിന്റെ മുന്നിൽ വെച്ച് തന്നെ പാർവതിയുടെ കയ്യിൽ ചുംബിക്കാൻ ഒരുങ്ങിയതായിരുന്നു വിശാൽ. പെട്ടെന്ന് പാർവതി കൈ പിന്നോട്ടേക്ക് വലിക്കുന്നു. വിശാൽ അവിടുന്ന് പോവുകയും ചെയ്തു. പിറകെ ജാസ്മിനും സുശീലയും പോകുന്നുണ്ട്. പാർവതിയുടെ കയ്യിൽ വിശാൽ ചുംബിക്കാൻ ഒരുങ്ങിയ ആ രംഗം ആലോചിച്ച് ഒരു ലക്കും ലഹാനുമില്ലാതെ പോവുകയാണ് ജാസ്മിൻ. ഗാർഗി പാർവതിയോട് പറയുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ വിശാൽ ബ്രോ പിണക്കം മാറ്റി ഇന്ന് തന്നെ വരുമെന്ന്. വാ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ആണിയടിക്കാൻ ഗാർഗി തന്നെ സഹായിക്കുന്നു.
ജാസ്മിൻ ഒരു ലക്കില്ലാതെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ടെറസിന്റെ മുകളിലെത്തി പെട്ടെന്ന് സുശീല ജാസ്മിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എങ്ങോട്ടേക്ക് പോവുകയാണെന്ന് ചോദിക്കുന്നു. ആന്റി കണ്ടതല്ലേ? പാർവതി ആണി പിടിക്കുന്നു. വിശാൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നു. സുശീല പറയുന്നു. അത് കണ്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ചുറ്റിക പിടിച്ചു വാങ്ങി അവളുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അവൾ ആണി പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നിനക്കെന്താ? ജാസ്മിൻ പറയുന്നു. വിശാലിന് പാർവതിയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആന്റി. അവരുടെ ഇടപെടൽ കണ്ടപ്പോൾ വിശാൽ അടിച്ച ആണി എൻ്റെ നെഞ്ചിൽ തളച്ച ഒരു ഫീലായിരുന്നു. അത് അത്രേ ഉള്ളൂ ജാസ്മിൻ. അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അധിക നേരം പിണങ്ങിയിരിക്കാൻ അവർക്ക് കഴിയില്ല. അതങ്ങനെയാണ്. എനിക്ക് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാ ആന്റി? തുണിക്കടയിൽ നിൽക്കുന്ന ബൊമ്മയോ അതോ ഷോക്കേസിലിരിക്കുന്ന പാവയോ? എൻ്റെ ജാസ്മിൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്നെ ആരെങ്കിലും ബൊമ്മയായിട്ട് കണ്ടാൽ ഞാൻ മിണ്ടാതിരിക്കോ? എല്ലാത്തിൻ്റെ തൊലി ഞാൻ ഉരിക്കില്ലേ? ജാസ്മിൻ പറയുന്നു. ഈ പറച്ചിലല്ലാതെ ഒന്നും പ്രാവർത്തികമാവുന്നില്ലല്ലോ ആന്റി. പാർവതിയുടെ തൊലി ഉരുക്കുക അല്ല വേണ്ടത്, ഷവർമയുണ്ടാക്കി ചിക്കൻ കറക്കുന്നത് പോലെ കറക്കി പൊരിക്കണം. സുശീല പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഈ നിസ്സാര കാര്യത്തിനൊക്കെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഈ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്താൽ വലിയ വിഷയങ്ങൾ ലൈഫിലുണ്ടായാൽ പിന്നെ നീ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിലും നീ അമേരിക്കയിൽ നിന്ന് വന്ന പെൺകുട്ടിയല്ലേ, ആ ബോൾഡ് നീ കാണിക്കണ്ടേ? നിനക്ക് ആ ദരിദ്രവാസി പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ കഴിയും. നിന്നെ കൊണ്ടേ അത് പറ്റൂ. അധികം ടെൻഷൻ മാറ്റി ബോൾഡാകണം. ഞാൻ ബോൾഡ് ആന്റി, ഞാൻ ഇവിടെ ബോൾഡായിട്ടുള്ളൂ. വിശാലും പാർവതിയും ചേർന്ന് കൊഞ്ചിക്കുഴഞ്ഞ് ആണിയടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു. എന്തുകൊണ്ട് നിനക്ക് ഈ ഐഡിയ ട്രൈ ചെയ്തൂടാ? എന്ത് ഐഡിയ ആന്റി, ഒന്ന് തെളിച്ച് പറ. എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല വീണ്ടും പറയുന്നുണ്ട്. എടി, നീ ഒരു വക്കീലിന്റെ മോളല്ലേ, നിനക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായില്ലേ? നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സുശീല പോകുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് ജാസ്മിൻ. വിശാലുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു റൊമാൻസ് സീൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം. അതുവരെ ഈ ജാസ്മിന് വിശ്രമമില്ല എന്നൊക്കെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശേഖറിനെ ഹോളിലേക്ക് കൊണ്ടുവന്ന് ഒരു ചെയറിലിരുത്തുകയാണ് പാർവതി. മോളെ പാർവതി, എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പാർവതി പറയുന്നുണ്ട്. അവിടെ സുശീല വരുന്നു. ചായ മാത്രമാക്കണ്ട, കുറച്ച് പലഹാരങ്ങളും കൂടി കൊടുക്ക്. സുഖവാസത്തിന് വന്നിരിക്കുവല്ലേ എന്ന് സുശീല പറയുന്നുണ്ട്. സുശീലയുടെ ശബ്ദം കേട്ട ഉടൻ തന്നെ ശേഖർ അവിടെ നിന്നും എണ്ണിക്കാൻ തുടങ്ങുന്നു. ഇരിക്കേ എന്ന് പറഞ്ഞ് പാർവതി അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുമുണ്ട്. തിന്ന് കൊഴുക്കട്ടെ എന്നൊക്കെ ശേഖറിന്റെ മുന്നിൽ മറ്റൊരു ചെയറിൽ ഇരുന്ന് പറയുകയാണ് സുശീല. എന്തിനാ അപ്പച്ചി അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? വയസ്സിന് മൂത്ത കാഴ്ചയില്ലാത്ത ഒരു പാവ മനുഷ്യനല്ലേ? അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ജാസ്മിനും അവിടേക്ക് വരുന്നു. പാർവതി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സുശീല പറയുന്നുണ്ട്. നീ എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആണിയടി മഹോത്സവം കഴിഞ്ഞിട്ട് നീ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? എന്താ പുതിയ ഉപദേശം എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്. ഈ കണ്ണ് കാണാൻ വയ്യാത്തവനോട് താണു വണങ്ങി വേണം ഞാൻ സംസാരിക്കേണ്ടതെന്ന്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? തിരുവിതാംകൂർ മഹാരാജാവല്ലേ? പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് കമ്പിവടയുമായി ഈ വീട്ടിൽ തേരാപാരാ നടന്ന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നടക്കരുത്, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു ചെയറിൽ ജാസ്മിനും ഇരിക്കുന്നു. അത് മാത്രമല്ല, ലക്ഷങ്ങൾ വില വരുന്ന ഐറ്റംസ് ആണ് ഈ വീട്ടിലുള്ളത്. തപ്പിത്തടഞ്ഞ് അതൊക്കെ പൊട്ടിച്ചാലേ ആര് സമാധാനം പറയും? അതുകൊണ്ട് മോളെ പാർവതി, നീ ഇയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടാൻ നോക്ക്. അത് കേട്ട് പാർവതി വിഷമത്തോടെ ശേഖറിനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.